ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സെക്കൻഡ് ഡേ ഓഫ് ഉദയപൂരാണ്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഞങ്ങളിന്ന് ഫസ്റ്റ് പോയത് സിറ്റി പാലസിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ പാലസുകളിൽ ഒന്നാണ് സിറ്റി പാലസ്. ഇത് പിച്ചോള ലേക്കിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാലസിന്റെ എൻട്രൻസിൽ തന്നെ മനോഹരമായ 2 ആനകളുടെ ശില്പങ്ങൾ കാണാം. പഴയ കാലത്ത് രാജാക്കന്മാര് ആനകളെ യുദ്ധത്തിനും രാജകീയ ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചിരുന്നു. ആ ഓർമ്മയ്ക്കായിട്ടാണ് ഈ 2 ആനകളുടെ ശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസിന്റെ കളക്ഷനുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പാലസ് രാജസ്ഥാനിയും മുഗൾ ആർക്കിടെക്ചറും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലസിന്റെ മിറർ വർക്ക്, കളർഫുൾ വിൻഡോസ്, മാർബിൾ വർക്ക് എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവയെല്ലാം ഇത്ര നന്നായി പ്രിസർവ് ചെയ്തിരിക്കുന്നത് ശരിക്കും അത്ഭുതമാണ്. അങ്ങനെ പാലസൊക്കെ ഫുള്ളും ചുറ്റി നടന്ന് കണ്ടു. റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഒരു മ്യൂസിയത്തിലാണ്. ഈ മ്യൂസിയത്തിൽ റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്ന ഒരുപാട് പഴയ കളക്ഷൻസ് കാണാൻ കഴിയും. പഴയ പെയിൻറ്റിങ്സ്, വെപ്പൺസ്, റോയൽ കോസ്റ്റ്യൂംസ് തുടങ്ങിയ ഒരുപാട് റെയർ ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്തതായി പോയത് ലേക്ക് പിച്ചോളയിലാണ്. ഉദയപൂരിൻ്റെ തന്നെ ഒരു ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ലേക്ക് പിച്ചോള. ഇവിടെ നിന്ന് നോക്കി നമുക്ക് സിറ്റി പാലസ്, താജ് ഹോട്ടൽ ഇവയെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. അങ്ങനെ സൈറ്റ് സീയിങ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നൊന്ന് ഫ്രഷായി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. 2 days ഉദയപൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു. ശരിക്കും ഉദയപൂർ ഒരു റോയൽ സിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.